केरल के आलूवाड़ा डिस्ट्रिक्ट में हूँ। ये जिला आने का हमारा कारण है, नंगेली के बारे में आप लोग जानते हैं। ये आंदोलन आज से 180 वर्ष पूर्व का है और महिलाओं को लेकर जो त्रिवंद्रपुर राज्य में महिलाओं को वक्ष ढकने का, स्तन ढकने का यहाँ पे राइट नहीं था, तो उसके बारे में हम यहाँ जानने के लिए आए हैं। हमारे पास साथ है कामरेड इंद्रने, जो यहाँ के सेक्रेटरी हैं। उनके बारे में जानेंगे। ये थोड़ा अंग्रेजी में बताएंगे, मलयालम में बताएंगे, और उनके साथ है दिव्या जी, तो वो भी बताएंगे। तो बताएं कि नंगेली का जो ये गांव है, ये एरिया जो है वो नंगेली विलेज है, तो नंगेली के बारे में वो बताया। प्लीज टेल मी। നങ്ങേലി 1803 നടന്ന ഒരു സംഭവ കഥയാണ്. ചേർത്തലയിൽ വെളുത്തയുടെയും ചിരുതയുടെയും മകളായിരുന്നു നങ്ങേലി. നങ്ങേലിയുടെ ചെറുപ്പം മുതൽ അന്ന് ദുഷിച്ചതാണെങ്കിൽ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഇവിടെ നിലനിന്നിരുന്നു. ആ സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരെ പടപൊരുതണം എന്നുള്ള ചിന്താഗതി ചെറുപ്പം മുതൽ തന്നെ ഇവൾക്ക് ഉണ്ടായിരുന്നു. അവളുടെ ഒരു പ്രതികാര വാഞ്ച അന്ന് തൊട്ട് ഉണ്ടായിരുന്നു. അച്ഛനിൽ നിന്ന് കുറെ കാര്യങ്ങൾ അവൾ ഗ്രഹിച്ചിരുന്നു. അങ്ങനെ അവൾ പ്രായമാകുന്നു. ഇറ്റ്സ് എ വെരി പൂർ ഫാമിലിയാണ്. ചാർനാർ സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിയായിരുന്നു അവൾ. കുട്ടനാടൻ പ്രദേശ മേഖലകളിലൊക്കെ അന്ന് കൊയ്ത്തിന് പോകുമായിരുന്നു. കാർഷിക വൃത്തിയായിരുന്നു അവളുടെ തൊഴില്. അങ്ങനെ അടുത്തുള്ള ചിണ്ടൻ എന്ന് പറയുന്ന ബലിഷ്ഠനായ ഒരു യുവാവുമായിട്ട് അവൾ പ്രണയത്തിലാകുന്നു. അന്ന് വിവാഹം എന്ന് പറയുന്ന ഒരു പ്രക്രിയ അന്ന് ഇല്ലായിരുന്നു. അങ്ങനെ അവൾ ചിണ്ടനുമായിട്ട് സ്നേഹിക്കുന്നു. ചിണ്ടനിൽ നിന്നും അവൾക്കൊരു കുട്ടി ജനിക്കുന്നു. അന്നത്തെ ഒരു വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ മുലയൂട്ടുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ ജന്മി വിവരം അറിയിക്കണം. ആ ഗ്രാമത്തിന്റെ അധിപൻ എന്ന് പറയുന്ന വില്ലേജ് ഓഫീസർ, ഇന്നത്തെ വില്ലേജ് ഓഫീസർ, അന്നത്തെ പ്രവൃത്തിയാർ എന്ന് പറയുക, ആ പ്രവൃത്തിയാരെ വിവരം അറിയിക്കണം. പ്രവൃത്തിയാർ നാട്ടുപ്രമാണിയെ വിവരം അറിയിക്കും. അങ്ങനെ നാട്ടുപ്രമാണി സവർണ അവർണ മേധാവിത്തെ കുടികുത്തി വാഴുന്നൊരു കാലമായിരുന്നു അത്. അന്ന് ഈ നാട്ടുപ്രമാണിയും വില്ലേജ് ഓഫീസർ എന്ന് പറയുന്ന പ്രവൃത്തിയാരുമായിട്ട് പരിവാരങ്ങളുമായി ഇവരുടെ വീട്ടിൽ വന്ന് മുലക്കരം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. മുലയൂട്ടുന്നതിന് മുമ്പ് മുലയുടെ അളവ് കണ്ടാണ് ഇതിന്റെ കരം നിശ്ചയിക്കുക. അങ്ങനെ കരം അന്ന് പാർവതിബായി തമ്പുരാട്ടിയാണ് അന്ന് തിരുവിതാംകൂർ ഭരിക്കുന്നത്. അങ്ങനെ മുലക്കരം പിരിക്കുവാനായിട്ട് ഇവർ വരുന്നു. വന്നപ്പോൾ ഇവള് ആ പ്രതികാരം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് മുലക്കർ ടാക്സ് ടാക്സ്. അങ്ങനെ ഇവള് ആ സമയത്ത് മുലക്കരം പിരിക്കുവാനായിട്ട് പാർവതിയാരും പരിവാരങ്ങളുമായിട്ട് വരുമ്പോൾ ഇവള് പുറത്ത് അവരുടെ കുടിലിന്റെ പുറത്ത് ഒരു പന്തൽ കെട്ടിയിട്ടുണ്ട്. ആ പന്തലിൽ ഒരു നിലവിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്. അതിലൊരു സൂചനയും വെച്ചിട്ടുണ്ട്. നിങ്ങൾ കരം പിരിക്കുവാൻ വന്നതാണല്ലേ ചോദ്യം. അവൾ നേരെ അകത്തേക്ക് പോകുന്നു. ഞാൻ ഇപ്പോൾ വരാം. അകത്തുനിന്ന് കുളി ചീർണമെടുത്ത് പിന്നെ പുറത്തേക്ക് അവൾ വരുന്നത് ഒരു പ്രതികാര രുദ്രയെ പോലെ, ഒരു ഉന്മാദിനെ പോലെ തേച്ച് മൂർച്ച കുത്തിയ കൊയ്ത്തിരുവാൾ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് അവളുടെ സ്ഥലം മുറിച്ച്, ആ അമൃതകുംഭം മുറിച്ച് ആ ഇലയിൽ വെച്ച് കൊടുക്കുക. കൊണ്ടുപോയി കൊടുക്കൂ നിങ്ങളുടെ രാജാവിന് എന്ന് പറഞ്ഞ് വിടുക. പക്ഷെ പ്രവർത്തിയാരും പരിവാരങ്ങളും ആ സമയത്ത് ഓടി രക്ഷപ്പെടും. പക്ഷെ ആ പ്രവണത അത് അവസാനിപ്പിക്കുവാൻ മുലക്കരം എന്ന് പറയുന്ന ആ ദുഷിച്ചതാറിയ ഒരു സാമൂഹ്യ പ്രബന്ധം നശിപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും 10 വർഷം വേണ്ടി വന്നു. ശ്രീമൂലം ദരിതാളിന്റെ കാലത്താണ് ആ മുലക്കരം എന്ന് പറയുന്ന ആ പ്രവണത അവസാനിപ്പിച്ചത്. ഹസ്ബൻഡിന്റെ അപ്പൊ അന്ന് ഒന്നുകൂടിയുണ്ട്. അന്ന് പണിക്ക് പോയിരുന്ന ഭർത്താവ് ചിണ്ടൻ തിരികെ വരുമ്പോൾ ഇവരുടെ തന്റെ ഭാര്യയുടെ ജീവിത സർവസ്വമായ ഭാര്യയുടെ നീലിച്ച് നിർജ്ജീവമായിട്ടുള്ള ശവശരീരം അവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് അയാൾ പൊട്ടിക്കരയും. നാട്ടുകാരോടൊന്നും പറയാനാവില്ല. രാജകൽപ്പന ലംഘിച്ചിരിക്കുന്നു, ആരോടും പറയാനാവില്ല. അവള് സ്വന്തമായി തന്നെ ഒരു ചിതയൊരുക്കി ആ മൃതശരീരം അതിൽ സംസ്കരിക്കുന്നു. ആ ചിതയിൽ ചാടി ചിന്തനും ആത്മഹത്യ ചെയ്യുക.
His husband's name Chindan. Chindan. ഹസ്ബൻഡ് അച്ഛൻ്റെ അമ്മയുടെ പേര് അത് കൊടുത്തിട്ടുണ്ടല്ലോ, വെളുത്തയും ചിരിതയും. ഇവനോ ഹസ്ബൻഡിനെയും വെളുത്ത ആൻഡ് ചിരിത. ओबीसी OBC. रंगेली OBC. रंगेली OBC. Lower caste. चांदार समुदाय. चांदार समुदाय. चांदर कास्ट का नाम है, समुदाय। कास्ट का नाम है चाना. जाति का नाम चांद्रा चाना चाना चानार। और यहाँ बता रहे हैं कि ये ओबीसी है। और जो अदर कास्ट है उसके लिए कैसा वो टैक्स था? സെയിം തന്നെയാണോ അതർ കാസ്റ്റിനൊക്കെ? Other caste? ടാക്സിന്റെ കാര്യം എല്ലാ കാസ്റ്റിനും സെയിം ആയിരുന്നു. പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് ആളുകൾ സവർണർക്കില്ല. പിന്നോക്ക Only പിന്നോക്ക lower caste. സമുദായത്തിൽപ്പെട്ടുള്ള Only lower caste and middle caste. Not upper caste. മറ്റേ സവർണരും അവർണരും ഉണ്ട്. സവർണരും അവർണരും എന്നുള്ള ഒരു വകഭേദം ഉണ്ടായിരുന്നല്ലോ. ये बता रहे हैं कि सवर्ण जो सवर्ण है उनके സവർണ ബ്രാഹ്മണ ब्राह्मण। हाँ, उनको टैक्स नहीं है। नहीं है। जो सवर्ण है ब्राह्मण है उनको टैक्स नहीं है, बट ब्राह्मण के बाद जो भी है उनको ये टैक्स देना पड़ता था उनका वेट के हिसाब से। और जो बच्चे को दूध पिलाते जैसे फर्स्ट बिफोर फीडिंग बेबी they have to pay tax. बिफोर फीडिंग टैक्स Yes. क्या वो कैसे करते हैं? മലയാളത്തിൽ മലയാളത്തിൽ പറഞ്ഞോ. അതായത് ഫീഡ് ചെയ്യുന്നതിന് മുമ്പല്ലേ, അതായത് മുലയൂട്ടുന്നതിന് മുമ്പല്ലേ കരമടക്കാൻ പറഞ്ഞത്? അതെ ലഭിക്കുന്നതിന് മുമ്പ്. आप उसको ब्रीफ करो ना थोड़ा। ബ്രീഫ് मतलब एक्सप्लेन explain. Before feeding milk, कंटिन्यू। feeding milk to baby, they have to pay tax to the collector. ये टैक्स कहाँ जाता था, किसके पास? ये टैक्स ഈ का ടാക്സ് അടച്ചെങ്കില് ടാക്സ് അടച്ചെങ്കില് മുല ഊട്ടാനാവും ആ. എന്നായിരുന്നു അന്നത്തെ വ്യവസ്ഥ. They can only जो भी लिया जाता था उसका they can feed a baby only after pay tax. ओके। बट जो टैक्स कलेक्ट हुआ, टैक्स जो कलेक्ट किया गया वो कहाँ स्टोर किया जाता था? ഈ വലിയ ടാക്സ് എവിടെയാണ് കൊടുക്കുന്നത്? ടാക്സ് പാർവതിയാര് പ്രവർത്തിയാര് അന്നത്തെ വലിയ ഓഫീസ് प्रबंधकोर के स्टेट के पास ना। प्रबंधकोर के जो All the स्टेट village officers. ഓൾഡ് വലിയ ഓഫീസ് ओल्ड विलेज Oh, paying tax to old village officer. ओल्ड विलेज ऑफिसर। ഓഫീസർ അല്ല അന്ന് പാർവതിയാരെന്നാ പറയാ പ്രവർത്തിയാര് പ്രവർത്തിയാർ. The name is പ്രവർത്തിയാർ. प्रवृत्तियां। പ്രവർത്തിയാർ. तो ये जो टैक्स का पैसा जमा होता था या जो उनका कर लिया जाता था वो विलेज के ऊपर एक पद दिया गया था जिसे प्रवृत्तियार कहते हैं, उनके पास जमा होता था। और ये एक तरह का जो प्रथा था, ये जो था वो बहुत गलत था, रॉन्ग था। ये इसका जो ये जो टैक्स के बारे में स्ट्रगल हुआ, आंदोलन हुआ, तो ये ठीक हुआ, अच्छा हुआ, गुड। स्ट्रगल वाज गुड। So, in present scenario, if women and girls will know her story, how she and courageously sacrificed her life, then it could be fruitful for the women and the girls nowadays to stand firmly against inhumane rules and legislatures which are making them to lagging behind. And one more thing I would like to say, they should not need to fight for the equality. Okay, the women must lead and stand one step ahead of the men. So this courage can only be happen if our sisters and means our girl child be aware of such kind of sacrifices being done by the courageous women in the history. Okay. They are connecting with the government.
टाइम्स ऑफ इंडिया खबर को हमने पढ़ा था और यहाँ पे आया, दलित दस्तक में भी आया है और जो फॉरवर्ड प्रेस है उसने भी लिखा है। हम लोग यहाँ आए हुए हैं और अभी तक यहाँ नंगेली को लेकर के कोई म्यूजियम नहीं है और ना ही उनके नाम से कोई चौराहा है, लेकिन डिमांड्स हैं यहाँ पे। यहाँ के जो लोग हैं, यहाँ के अवेयर लोग जो है, उन लोगों ने, जैसे हम अभी CPIM के कॉमरेड से बात कर रहे हैं, तो यहाँ पर एक चौराहा है, हम उस चौराहे का भी वीडियो बनाया है। तो उस चौराहे का जो वहाँ पे एक स्टेचू लगना है, नंगेली का स्टेचू वहाँ पे लगेगा और ठीक वहाँ पर एक बैंक है, कोऑपरेटिव बैंक है। നങ്കേലിയുടെ ഹൗസിംഗ് പോലെ കോപ്പറേറ്റീവ് ബാങ്ക് അല്ലേ? നങ്കേലിയുടെ വീട് കോപ്പറേറ്റീവ് ബാങ്ക്, अर्बन बैंक जो अभी यहाँ पे चल रहा है वो नंगेली जी का ही घर है, क्योंकि वो वाइफ एंड हस्बैंड दोनों बलिदान हो गए थे। तो उस जगह पे अभी अर्बन बैंक चल रहा है और ठीक उसी के फ्रंट पे एक चौराहा है, उस चौराहे का नाम जो है रखा गया है नंगेली और वहाँ पर उनकी स्टेचू लगेगा। और यहाँ के जो लोग हैं उनको लेकर के एक लाइब्रेरी, उनको लेकर के एक म्यूजियम का डिमांड है। Rule that is going to harm, that is going to exploit her dignity. थैंक यू फॉर इंफॉर्मेशन नंगेली। आपने हमें नंगेली जी के बारे में, उनके फैमिली के बारे में, उनके पिता जो वेलता नाम था उनकी माँ का नाम चिरिंदा था, चिरिदा, और जो उनके बारे में बहुत सारी जानकारी यहाँ पर हम लोगों को मिला है। ये एक कहानी नहीं है, ये एक कथा नहीं है जैसा कि बताया गया कि एक किंवदंती है, दंत कथा, ऐसा नहीं, ये हकीकत है, सच है और इस चीजों को जानना समझना जरूरी है। आज के महिला सशक्तिकरण को लेकर के जो सवाल देश भर के विभिन्न हिस्सों में उठाया जा रहा है, महिलाएं अपने अधिकार के लिए उस वक्त भी लड़ी थी और आज भी लड़ने का काम कर रही है और इस लड़ाई को कितना आगे तक ले जा सकते हैं। जो हमारे एक्टिविस्ट हैं, जो हिस्टोरिकल वर्क काम करते हैं, इतिहास लिखने का काम करते हैं, जो बड़े बड़े जर्नलिस्ट हैं, हम उनसे भी निवेदन करेंगे इस वीडियो के माध्यम से कि वो आप यहाँ आए और यहाँ के बारे में जाने, समझे और देश दुनिया को केरल का जो इतिहास है, त्रवणकोर राज्य का जो क्रूरतम इतिहास रहा है और वहाँ पर जो महिलाएं जो स्टेबल हुई है नंगेली, उनके ऊपर वीडियो भी बना है, बहुत सारी छोटी छोटी फिल्म भी बनी हुई है, बट वो बहुत सीमित दायरे में। आई होप कि पूरे देश दुनिया में जाए, दुनिया भर की महिलाओं के सामने ये पेश हो। आप सबने इन्हें देखने का काम किया, आप सबको बहुत बहुत धन्यवाद।